നിങ്ങളെല്ലാവരും ഐക്യകണ്ഠേന പറയുന്ന ഒരു വസ്തുതയാണ് ക്യാമ്പസ് രാഷ്ട്രീയത്തിന് അത്ര തന്നെ അങ്ങ് ഒരു കോട്ടം സംഭവിച്ചിട്ടില്ല എന്നാണ്, പണ്ടത്തെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമായി ഇപ്പോഴും തുടരുന്നു എന്നുള്ളത്. അതെല്ലാം ഞാൻ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരു ചോദ്യം നിങ്ങളോട് 4 പേരോടുമായിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. കലാലയത്തിൻ്റെ സ്വഭാവം മാറിയിട്ടില്ലേ? കലാലയത്തിൻ്റെ സ്വഭാവം ഒരു 70കളിൽ അല്ലെങ്കിൽ 80കളിൽ 90കളിൽ കണ്ടിരുന്ന ഒരു കലാലയത്തിൽ നിന്ന് ഇപ്പോൾ വന്നിട്ടുള്ള മാറ്റങ്ങളുണ്ട്. ഒരു വശത്ത് നിങ്ങൾ പറയുന്ന പോലത്തെ മനോഹരമായ കലാലയങ്ങൾ നിലനിൽക്കുന്നു, സാഹോദര്യം നിർത്തുന്നില്ല, ഷെയറിങ് സംഭവിക്കുന്ന, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം മാത്രം പകർന്നു കൊടുക്കുന്ന, വളരെ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള, ഒരു സെമസ്റ്റർ ബ്രേക്ക് വന്നാൽ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിന് ഇരുത്തില്ല എന്ന് പറയുന്ന, ഫീസ് ലാപ്സ് വരുന്ന ഒരു സമൂഹവും, അവരും വിദ്യാർത്ഥികൾ തന്നെയാണ്. അത്തരത്തിലുള്ളൊരു വിദ്യാർത്ഥി സമൂഹം എങ്ങനെയാണ്? അത്തരത്തിൽ അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടോ സത്യത്തിൽ വിദ്യാർത്ഥി സമൂഹം? നമ്മൾ പുറത്തുനിന്ന് നോക്കിക്കാണുമ്പോൾ മാത്രമാണോ അത്തരത്തിലുള്ള ഒരു ഗ്യാപ്പ് ഉള്ളത്? നിങ്ങൾ അകത്ത് വളരെ ആക്റ്റീവ്ലി പ്രവർത്തിക്കുന്നവരാകുമ്പോൾ നിങ്ങൾക്കതെങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ ഒരു വിഷയം? കാലങ്ങൾ മാറും തോറും ഓരോ ക്യാമ്പസിൻ്റെ അവസ്ഥയും മാറും, കലാലയ രാഷ്ട്രീയത്തിൻ്റെ അവസ്ഥയും മാറും. അപ്പം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ സെമസ്റ്റർ സിസ്റ്റം, ഈ സെമസ്റ്റർ സിസ്റ്റവും ഇൻറ്റേർണൽ മാർക്ക്, അങ്ങനെ കുറേ സംഭവങ്ങൾ വന്നതോടുകൂടി ക്യാമ്പസുകളിലെ കുറച്ച് ഒതുങ്ങിയ മനോഭാവം ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴും കുറച്ചെങ്കിലും തുടർന്ന് വരുന്നുണ്ട്, പ്രത്യേകിച്ച് സ്വാശ്രയ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ. അപ്പോൾ ഇതൊക്കെ കുറച്ച് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ വളർത്തിയെടുക്കാനായിട്ട് വിദ്യാർത്ഥികൾക്ക് സമയം ഇല്ലാതാകുന്നു, അല്ലെങ്കിൽ അത് കുറയുന്നു. ആ ഒരു അവസ്ഥ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് പോലും വിദ്യാർത്ഥി സംഘടനാ പ്രസ്ഥാനങ്ങൾ, എല്ലാ വിദ്യാർത്ഥി സംഘടനാ പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യം ഒന്ന് തന്നെയാണ്, വ്യത്യസ്ത ആശയങ്ങളും രീതികളുമാണെന്നേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന എല്ലാ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ആ പ്രശ്നങ്ങളെ, ആ പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ട് ഇന്നും സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല പ്രശ്നങ്ങളും പല സ്ഥാപനങ്ങളിൽ, പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്ന സമയത്ത് ആ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതിനൊരു പരിഹാരം കണ്ടെത്തുവാനായിട്ട് എല്ലാ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും വരുന്നതും. അപ്പോൾ അതുകൊണ്ട് ഓരോ കാലങ്ങളിലും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതേപോലെ ഒരു പ്രശ്നം മാത്രമാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രതിസന്ധികൾ മാത്രമാണ് ഇതേപോലെ കുറച്ച് ഇന്റേണൽ എക്സാംസ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ, സെമസ്റ്റർ സിസ്റ്റം. പക്ഷെ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് പോകുവാനായിട്ടുള്ള ഒരു റിസ്ക് ആണ്, അല്ലെങ്കിൽ അതാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന് വലിയൊരു പ്രധാനപ്പെട്ട വസ്തുത. പക്ഷേ ഇതെല്ലാം തരണം ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ട് വിദ്യാർത്ഥി സംഘടനകൾക്ക് സാധിക്കൂ എന്നുള്ള ഒരു ഉത്തമ ബോധം എല്ലാവർക്കുമുണ്ട്, അത് പൊതുസമൂഹത്തിനുമുണ്ട്. പിന്നീട് മറ്റൊരു കാര്യം, എപ്പോഴും പൊതുസമൂഹം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ്, കലാലയ രാഷ്ട്രീയം വേണോ, അല്ലെങ്കിൽ കലാലയ രാഷ്ട്രീയത്തിലേക്ക് വരേണ്ട ആവശ്യകത ഉണ്ടോ എന്ന്. നമ്മൾ എപ്പോഴും എല്ലാ ക്യാമ്പസുകളിലും ക്യാമ്പയിനുകൾ എന്നുള്ള രീതിയിൽ എല്ലാവരും പറയുന്ന ഒന്നാണ്, വിദ്യാർത്ഥി ഒരു സാമൂഹ്യ ജീവിയാണ്, സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടണോ എന്നൊക്കെ. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഓരോ രക്ഷകർത്താക്കളും എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ കേവലം ഒരു കോഴ്സിൽ കയറിക്കഴിഞ്ഞാൽ അവൻ പഠിക്കുക മാത്രം മതി എന്നുള്ള രീതി മാറണം. അത് ഒരു വിഭാഗം രക്ഷകർത്താക്കൾക്ക് ഇപ്പോഴും അങ്ങനെ ഒരു കാര്യം അവരിപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ അത് മാറണം. കാരണം അങ്ങനെ മാറാത്ത വ്യവസ്ഥിതിയിലാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് സ്വാശ്രയ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥിനികൾക്കെതിരെ പീഡനങ്ങൾ ഉണ്ടാകുന്നത്, മരണങ്ങൾ സംഭവിക്കുന്നത്. നമുക്ക് കേരളത്തിലെ അവസ്ഥകൾ അറിയാം, ഉദാഹരണങ്ങൾ സഹിതം നമുക്ക് നിരത്തുവാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നത് ഈ പറയുന്ന കലാലയ സംഘടനാ പ്രവർത്തനത്തിന് കുറച്ച് പിന്നോട്ട് പോകുന്നു എന്നുള്ള രീതി വെച്ചിട്ടാണ് ആ ചില സ്ഥാപനങ്ങളിൽ. പക്ഷെ അവിടെ എല്ലാം തന്നെ പുറത്തു നിന്ന് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാലാനുവർത്തിയായിട്ട് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന് നിലനിൽക്കുവാൻ സാധിക്കും. അത് ഏത് പ്രത്യയശാസ്ത്രമാണെങ്കിലും. പക്ഷെ അത് ഓരോ കാലത്തിനനുസൃതമായിട്ട് മാറുക എന്നുള്ളത് ഓരോ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് പിന്തുടരുക എന്നതാണ് പ്രധാനപ്പെട്ട വസ്തുത. ക്യാമ്പസുകളിൽ പക കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ്. അതായത് അർഹിക്കുന്നയാളിനെ നമ്മൾ ഇലക്ട് ചെയ്യുന്നു എന്നുള്ളത് നോക്കുന്നതിനേക്കാളും ആർക്കാണ് ഒരുപാട് ഉറക്കെ സംസാരിക്കാൻ കഴിയുന്നത്, ആർക്കാണ് ഒരു ഫൈറ്റ് ചെയ്യാനുള്ള കഴിവുള്ളത്, ആർക്കാണ് ചീത്ത പറയാൻ കഴിയുന്നത്, അതൊക്കെയാണ് നേതൃത്വത്തിൻ്റെ ക്വാളിറ്റീസ് ആയിട്ട് വന്നത്. വിച്ച് ഈസ് വെരി റോങ്. അതല്ല. നല്ല ക്വാളിറ്റീസ് എന്ന് പറയുന്നത് ചീത്ത പറയുന്നതിന് പകരം നല്ല ഭാഷയിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് കുട്ടികളെ ആ വഴിക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ഈ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന ആ തിയറി അനുസരിച്ച് ആർക്കാണോ ഒരുപാട് ശബ്ദമുള്ളത് ആ ആളാണ് എപ്പോഴും രക്ഷപ്പെടുന്നത്, എല്ലാവരെയും. എന്ന് മാത്രമല്ല, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ഞാൻ കേട്ടിട്ടുണ്ട് സൈക്കിൾ ചെയിന്, മറ്റു തരം സാധനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, കുട്ടികളെ അടിച്ച് മുഖമൊക്കെ പൊട്ടിച്ച്. അതൊക്കെ വളരെ ദയനീയമായ കാര്യമാണ്, രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൂടാത്തതാണ്. റെഗുലർ രാഷ്ട്രീയത്തിലല്ല, അവിടെയും പാടില്ല. എങ്കിലും ഇത്
അതിൻ്റെ ഒരു റെപ്ലിക്കയാണ് ഇവിടെ നിന്ന് വരാൻ പാടില്ല. ബിക്കോസ് ഇറ്റ്സ് ആൻ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. എനി യൂണിവേഴ്സിറ്റി ഓർ എ കോളേജ് ഇസ് ആൻ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ? സുഹേലിക്ക് എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്? നമ്മൾ കാണുന്ന കലാലയങ്ങളിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ പൊതുവിൽ നമ്മൾ പറയപ്പെടുന്ന ഈ പറഞ്ഞ സ്വാശ്രയ കോളേജുകൾ, അല്ലെങ്കിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ, മറ്റു കോളേജുകൾ, ഇത്തരത്തിൽ പല തട്ടുകളിൽ ഇപ്പോൾ നമ്മൾ കലാലയങ്ങളെ തന്നെ കാറ്റഗറൈസ് ചെയ്ത് കഴിയുമ്പോൾ ഈ പല തട്ടുകളിൽ കലാലയ രാഷ്ട്രീയവും പല തട്ടുകളിലായി പോകുന്നുണ്ടോ? സ്വാശ്രയ മേഖലക്കകത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് പൊതുവിൽ സംഘടനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട പലയിടങ്ങളും സ്വാശ്രയ മേഖലക്കകത്താണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൽ ജിഷ്ണു പ്രണോയ് ഉണ്ടായത്. നമുക്കറിയാവുന്നതുപോലെ സംഘടനാ സ്വാതന്ത്ര്യം പാടില്ല, ഇല്ല. ഫൈൻ കൂട്ടിയാൽ പ്രതികരിക്കാൻ പാടില്ല, താടി വളർത്തിയാൽ പ്രശ്നം, മുടി വളർത്തിയാൽ പ്രശ്നം, യൂണിഫോം ഒരു ദിവസം മാറിപ്പോയാൽ പ്രശ്നം, ഇസ്തിരി പൊളിഞ്ഞാൽ പ്രശ്നം, അങ്ങനെയൊക്കെയുള്ള ക്യാമ്പസുകൾ ഇന്നും കേരളത്തിനകത്തുണ്ട് സ്വാശ്രയ മേഖലക്കകത്ത് എന്നുള്ളതാണ്. ഒരു കാലത്ത് ഇഷ്ടം പോലെ നമ്മുടെ കേരളത്തിനകത്ത് സ്വാശ്രയ കോളേജുകൾക്ക് അനുവാദം കൊടുത്ത സാഹചര്യമൊക്കെ നമ്മുടെയൊക്കെ മനസ്സിനകത്തുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വിവിധ മതസാമുദായിക മാനേജ്മെൻറ്റുകൾ സ്വാശ്രയ കോളേജുകൾ നടത്തുമ്പോൾ അത് നിയന്ത്രിക്കുമ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇന്നും കേരളത്തിനകത്തുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായി ജിഷ്ണു പ്രണോയിയുടെ ആത്മഹത്യയോടുകൂടി കേരളത്തിനകത്ത് വലിയ സമരങ്ങളുടെ വലിയ വേലിയേറ്റം ഉണ്ടായിട്ടുണ്ട്. ജിഷ്ണു പ്രണോയ് എന്ന് പറയുന്നത് കേവലമായ ഒരു വിദ്യാർത്ഥിയുടെ പേരല്ലാതായി മാറുകയും ഒരു വലിയ സമരത്തിൻ്റെ പേരായി രൂപാന്തരപ്പെടുകയുമാണ് ഉണ്ടായത്. അങ്ങനെ പാമ്പാടി നെഹ്റു കോളേജിനകത്ത് നിന്ന് തുടങ്ങിയ സമരം കേരളത്തിനകത്ത് അങ്ങോളം ഇങ്ങോളം പടർന്ന് പന്തലിച്ച് സംഘടനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ഇടങ്ങളിലേക്ക് വിദ്യാർത്ഥി സംഘടനകൾ ഇങ്ങനെ കടന്നു ചെന്ന് അവിടെ തങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഇപ്പം ഉദാഹരണത്തിന് പാമ്പാടി നെഹ്റു കോളേജിനകത്ത് നിന്ന് തുടങ്ങിയ ജിഷ്ണു പ്രണോയുടെ ആത്മഹത്യയോട് കൂടി ആരംഭിച്ച സമരം തിരുവനന്തപുരം ലോ അക്കാദമി മുതൽ, കോട്ടയം മറ്റക്കര ടോംസ് മുതൽ, കൊല്ലം ഫാത്തിമ കോളേജ് മുതൽ, കോട്ടയത്തെ ചില കോളേജുകൾ, വെള്ളാപ്പള്ളി നടേശൻ കോളേജുകൾ അടക്കം സ്വാശ്രയ മേഖലക്കകത്ത് നിൽക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളാണ്, അതുപോലെ ലോ കോളേജുകളാണ്. അവിടെയൊന്നും സംഘടനാ സ്വാതന്ത്ര്യത്തിനകത്ത് വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുകയായിരുന്നു. ഇന്റേണൽ അസസ്മെന്റിന്റെ പേരിലൊക്കെ വിദ്യാർത്ഥികളെ നിരന്തരമായി പീഡിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായ സമയത്ത് വിദ്യാർത്ഥികൾ, ഒരിക്കൽ പോലും സമരത്തിൽ പങ്കെടുത്ത് ശീലമില്ലാത്ത വിദ്യാർത്ഥികൾ, എഞ്ചിനീയറിങ്ങിനും മെഡിസിനും ഒക്കെ പഠിക്കുന്ന ഈ പറഞ്ഞതുപോലെ വിവിധ തൊഴിലധിഷ്ഠിത കോഴ്സുകൾക്ക് കീഴിൽ അണിനിരക്കുന്ന വിദ്യാർത്ഥികൾ ഒരു ഘട്ടത്തിൽ തങ്ങളുടെ പ്രശ്നങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിവിധ വിദ്യാർത്ഥി സംഘടനയ്ക്ക് കീഴിൽ അണിനിരുന്നുകൊണ്ട് വലിയ പ്രക്ഷോഭത്തിലേക്ക് വരുന്ന സാഹചര്യം. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ മറ്റൊരു തട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തെ നോക്കി കാണാൻ വേണ്ടി സാധിക്കില്ല. അവരെ കൂടി ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകൾക്കകത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകൾക്കകത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ പൊതുവിൽ സംഘടനാ സ്വാതന്ത്ര്യമുണ്ട്. വളരെ കൃത്യമായി അവരെ നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി സാധിക്കും. പക്ഷെ ഈ പറയുന്ന മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ അവര് ഭയക്കുന്നു പലതിനെയും. നിങ്ങൾ സിലബസിന് പുറത്തേക്ക് എത്തി നോക്കരുത്, കയ്യും തലയും പുറത്തിടരുത് എന്ന് പറയുന്ന സമയത്ത് വിദ്യാർത്ഥികൾ, ഭയപ്പെടുന്ന വിദ്യാർത്ഥികൾ പക്ഷേ ഇന്ന് മാറുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ക്യാമ്പസ് പൊളിറ്റിക്സ് അറ്റ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മൾ തന്നെ പറയുന്നു ഇന്നത്തെ വിദ്യാർത്ഥികൾ നാളത്തെ പൗരന്മാരാണ്, ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആണെന്നുള്ളതൊക്കെ പറയുമ്പോൾ, പക്ഷേ വിദ്യാഭ്യാസ കാലയളവിൽ നിങ്ങൾ ഡെമോക്രസിയെക്കുറിച്ച് വാചാലരാവേണ്ടതില്ല, പ്രവർത്തിക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞു. ഈ ഒരു വൈരുദ്ധ്യം എങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റുക പ്രാക്ടിക്കൽ ലെവലിൽ? എനിക്ക് ആ വാദത്തോട് യോജിപ്പില്ല. കാരണം എങ്ങനെ മാനേജ്മെൻറ്റുകളുടെ ഡിസ്ക്രിപ്ഷനായി വിദ്യാർത്ഥി രാഷ്ട്രീയം മാറും എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനം, കലാലയ യൂണിയൻ പ്രവർത്തനങ്ങളെല്ലാം അനിവാര്യമാണ്. അത് നല്ല രാഷ്ട്രീയക്കാരെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് നല്ല പൗരന്മാരെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ്. കൊല്ലം SN കോളേജിൽ ചെയർമാനായിട്ട് പ്രവർത്തിച്ചത് ശ്രീ O മാധവൻ, നാടകരംഗത്തെ ആചാര്യനാണ്. അദ്ദേഹം അന്ന് കലാലയ യൂണിയന്റെ ചെയർമാനായിരുന്നു. അപ്പം അന്ന് SN കോളേജിൽ കലാലയ യൂണിയൻ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുമായിരുന്നത് ഒരു മുൻ MLA യോ MP യോ ഒന്നുമല്ല, അതുല്യനായ ഒരു നാടക പ്രവർത്തകനെയായിരുന്നു. അതിനുശേഷം അവിടുത്തെ കോളേജ് യൂണിയന്റെ ചെയർമാനായി വന്നത് ശ്രീ ONV കുറുപ്പ് സാറാണ്. അദ്ദേഹവും രാഷ്ട്രീയ നിലപാടുകൾ ഉള്ളപ്പോഴും അദ്ദേഹത്തെ ചരിത്രം അടയാളപ്പെടുത്തുന്ന ഏറ്റവും നല്ല എഴുത്തുകാരൻ, ഏറ്റവും നല്ല കവി എന്നുള്ള തരത്തിലേക്കാണ്. അപ്പോൾ ഇതുപോലെയുള്ള ആളുകളെയാണ് കലാലയ യൂണിയനുകൾ സംഭാവന ചെയ്യുന്നത്. കലാലയ യൂണിയനുകളുടെ പ്രവർത്തനം ഇല്ലെങ്കിൽ ഒരിക്കലും ഇതുപോലെയുള്ള അതുല്യ
പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ സമൂഹത്തിന് മുമ്പിലേക്ക് വരില്ല. അപ്പോൾ കലാലയ യൂണിയനുകൾ വേണം എന്നുള്ള കാര്യത്തിൽ രണ്ടഭിപ്രായം വരേണ്ടതില്ല. കാരണം ക്യാമ്പസുകൾക്കകത്ത് ഇത്തരത്തിലുള്ള ഇടങ്ങൾക്ക് അവസരം കിട്ടണമെങ്കിൽ തീർച്ചയായും സംഘടനാ പ്രവർത്തനം തന്നെ വേണം. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് മൊത്തത്തിലൊരു അരാഷ്ട്രീയവൽക്കരണത്തിൻ്റെ കാറ്റൊക്കെ വീശുന്നുണ്ട്. അത് ബോധപൂർവം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതാണ്. കുട്ടികൾക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ആവശ്യമില്ല, വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആദ്യ ജോലി പഠിക്കുക എന്നുള്ളതാണ്. പഠനം കഴിഞ്ഞിട്ട് പിന്നീട് എന്താണെന്ന് നോക്കാം. അതേപോലെ പക്ഷെ കൺവീനിയന്റ്ലി എന്താണ് പഠനം എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല. അതാണ് ഈ പഠനത്തിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ പലപ്പോഴും തയ്യാറാവുന്നില്ല.